ഈസി ടേസ്റ്റി ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമ്മളൊരു 4 മണി പലഹാരമാണ്. 4 മണി പലഹാരം എന്ന് പറയാൻ പറ്റില്ല, അത് നമുക്ക് ബ്രഞ്ചായിട്ട് ഉപയോഗിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു വിഭവമാണ്. അതിന് നമുക്ക് ഞാനത് ചെയ്തുകൊണ്ട് പറയുന്നതായിരിക്കും നല്ലത്. അതിന് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില വേണം, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ, നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാത്രം വെള്ളം തിളപ്പിക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മാവ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതിന് ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ ചപ്പാത്തി പോലെ പരത്താനല്ലല്ലോ, നമുക്ക് ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. 1 കപ്പ് മാവിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇപ്പം മാവ് പരുവായിട്ടുണ്ട്. ഉരുള പിടിക്കാനുള്ള പരുവാകുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഉരുളയായിട്ട് ഇങ്ങനെ ഉരുട്ടിയിടാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന പോലെ തന്നെ, കുറച്ച് ചെറുതായിരിക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഉരുട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ കോഴിക്കോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് വേവിക്കാനുള്ള വെള്ളം അങ്ങോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ റെഡിയാക്കാവേ. നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഫൈൻ ചോപ്പിങ് വേണമെന്നൊന്നുമില്ല, കുറച്ച് വലുതായിട്ടിരുന്നാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി സവാള ഉള്ളതാണ് ഇഷ്ടം. ഒരു 2 സവാളയോളമൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇച്ചിരി സവാള കിടക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്. പച്ചമുളക് ഒന്ന് നടുക്കൂടെ കീറി കൊടുക്കണം കേട്ടോ. വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയാൽ തിളച്ചിട്ട് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ കൈമിൽ ഇടുമ്പോഴത്തേന് കയ്യിൽ വെള്ളം തിളച്ച് കൊള്ളാണ്ടൊക്കെ നോക്കണം. നമുക്ക് വഴറ്റാനുള്ള വഴറ്റാട്ടോ സാധനങ്ങളെ. നമ്മുടെ കോഴിക്കോട്ട് ഇവിടെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകല്ലേ ഇടുക, പക്ഷെ ഞാൻ ഇതിൽ പച്ചമുളകാണ് ഇടുന്നത്. അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എരി ഒന്ന് കുറഞ്ഞിരിക്കേ. ഓഫ് ജീസസ്. ആ പച്ചമുളക് ഒന്ന് നല്ലതായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും. അല്ലാണ്ട് നമ്മൾ പിന്നെ പച്ചമുളക് ഇടുമ്പോഴത്തേന് നല്ല എരി ഉണ്ടായിരിക്കും. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഡിഷിനൊക്കെ ഞാൻ ആദ്യം പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് അതൊന്ന് അതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് എരിയൊക്കെ മാറി കഴിയുമ്പോൾ പിന്നെ കടുകിട്ട് താളിക്കുക ചെയ്യണം. ഇതാ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കറിവേപ്പില ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിലും 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ട പിടിച്ചപ്പോഴും ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി അങ്ങ് ഒത്തിരി വഴണ്ട ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആകണ്ട കേട്ടോ. ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഒരു ഇംഗ്ലീഷ് നിറയില്ല, അതൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. 10 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടാവേ ഇത് വേകാനായിട്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, കാണാമോ നിങ്ങൾക്ക്? ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിക്കൊണ്ടുവരാവേ. ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. വഴറ്റി വെച്ചേക്കുന്ന ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ കോഴിക്കട്ട ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ കേട്ടോ. നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണേ. ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. അത് മീഡിയം തീയിൽ മതിയേ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്.
ഈ കുരുമുളക് പൊടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഈ പൊടികളൊക്കെ നമ്മൾ ഈ കൊഴുക്കട്ട ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പൊടികൾ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ അതൊരുമാതിരി കുഴഞ്ഞു പോകും. ഇത് ടൊമാറ്റോ സോസിനോട് നല്ല ടേസ്റ്റ് ആട്ടോ. കെച്ചപ്പില്ലേ, ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തേക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നു. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ, ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന്. ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ എരി, പച്ചമുളക്, എരി, ഉപ്പ് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. എന്നിട്ട് എല്ലാവരും കമൻസ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗോഡ് ബ്ലെസ്.